Welcome. Ski Ice Creams presents Big Boss Season 6 co-presented by Attenberg, Amardhaveni Hair Elixir, Domex and Lloyd. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് നമ്മൾ പലപ്പോഴും ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുകയും ജീവിതത്തിന്റെ സങ്കീർണതകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. അതിനാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് വളരെ നിർണായകമാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ യോഗ പാരമ്പര്യങ്ങളുടെ പുരാതന ജ്ഞാനം മുതൽ പാശ്ചാത്യ ലോകത്തിന്റെ ആത്മപരിശോധനാ രീതികളും ചില ജാപ്പനീസ് സമ്പ്രദായങ്ങൾ വരെ നമ്മുടെ മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും മനസാന്നിധ്യം കൈവരിക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു. വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നും ജീവിത ചുറ്റുപാടുകളിൽ നിന്നുമുള്ള കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഒത്തുചേരുന്ന മത്സരാർത്ഥികൾ അവരുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും എന്നതിന്റെ ഒരു പര്യവേഷണം കൂടിയാണ് ഈ ഷോ. ബിഗ് ബോസ് വീട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട 2 മത്സരാർത്ഥികളായ ഷിബിനും പൂജയും അവരുടെ മികച്ച ശ്രമങ്ങൾക്കിടയിലും വീട്ടിലെ സമ്മർദ്ദങ്ങളുടെ കൊടുങ്കാറ്റിനെ നേരിടാൻ കഴിയാതെ പോയി. ആരോഗ്യപരമായ കാരണങ്ങളാൽ അവർ രണ്ടുപേരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പരിക്ക് പറ്റി പുറത്തുപോയി ചികിത്സയിലായിരുന്ന സിജോ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നത് എല്ലാവർക്കും ആവേശവും സന്തോഷവും പകരുന്നു. കൂടുതൽ വിശേഷങ്ങൾ അറിയാനായി നമുക്ക് വീട്ടിലേക്ക് പോകാം. നമസ്തേ, ഇരിക്കാം. ശരി, ഞാനൊരു കഥ പറയാം. കഥയല്ല, ഒരു നടന്ന കാര്യമാണ്. ഈ ബിഗ് ബോസ് ഷോ ഇന്ത്യയിൽ വരുമ്പോൾ ആദ്യമായിട്ട് വന്ന സമയത്ത് ആ ഷോയിലെ ഒരാൾ, അയാളായിരുന്നു മത്സരാർത്ഥി. അദ്ദേഹമാണ് അതിൽ കപ്പും കൊണ്ടുപോയത്, വിജയ്. അതിനുശേഷം അങ്ങനെ ഒരാൾ ഇതുവരെയുള്ള ഷോയിൽ ഉണ്ടായിട്ടില്ല. കാര്യം ഇത്രയും മനസ്സാന്നിധ്യം, മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരാൾ. എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ പ്രൊവോക്ക് ചെയ്താൻ ശ്രമിച്ചാലും, എന്തൊക്കെ ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന് അത് കുഴപ്പമില്ല. ആ ഷോ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു. കാര്യം ഇത് മനസ്സിൻ്റെ ഒരു കഥയാണ്, ഒരു കളിയാണ്. ലോകത്തെ എല്ലാ അല്ലേ, നമ്മുടെ ഫിലോസഫിയിലായാലും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പഴയ പുരാണങ്ങളിലായാലും അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലായാലും എല്ലാവരും മനസ്സിനെ നിയന്ത്രിക്കാനാണ് പറയുന്നത്. മനസ്സാന്നിധ്യം ഉണ്ടാക്കാനാണ്. മെഡിറ്റേഷൻ ആയാലും യോഗയായാലും എന്ത് രീതിയിലായാലും മാർഷൽ ആർട്ടായാലും എല്ലാത്തിൻ്റെയും അതിൻ്റെ ഒരു പിന്നാക്ക അങ്ങോട്ട് പോകുന്നത് മനസ്സിലേക്കാണ്. നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കാത്തവർക്ക് ഇങ്ങനെ ഷോയിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലരും പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത്. മനസ്സിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇത് പുറത്തേക്ക് പോകുമ്പോൾ, ഈ ഷോ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ രാവിലെ എണീറ്റിരുന്ന് എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊന്നും വേണ്ട, എനിക്ക് മനസ്സമാധാനം മതി. ലോകത്ത് കിട്ടാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ചെറിയ കാര്യം പോലും നിങ്ങളെ ട്രിഗർ ചെയ്യുന്നു. ഇനി അങ്ങോട്ടുള്ള 50 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കുഴപ്പം പിടിച്ച ദിവസങ്ങളാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഈ ഒരു ഡാൻസറായാലോ പാട്ടുകാരനായാലോ എത്രയോ അദ്ദേഹം ഇരുന്ന് പഠിച്ച് പാടി നമ്മുടെ സ്റ്റേജുകളിൽ പോയി പ്രസന്റ് ചെയ്ത് അങ്ങനെ കുറെ കാലം എടുക്കും അയാളൊരു സെലിബ്രിറ്റി ആയാലും, അല്ലെങ്കിൽ അവരൊരു സെലിബ്രിറ്റി ആയാലും മാറി ജനഹൃദയങ്ങളിലേക്ക് പോയി. ഇപ്പൊ എല്ലാവർക്കും ബിഗ് ബോസ് ഷോ എന്തിനാണ് വരേണ്ടത്? ഇല്ല, എനിക്ക് പെട്ടെന്ന് എല്ലാവരും അറിയപ്പെടണം. എനിക്ക് 100 ദിവസം കൊണ്ട് ലോകം മുഴുവൻ എന്നെ അറിയണം. ആ 100 ദിവസം കൊണ്ട് ലോകം അറിയണമെങ്കിൽ വളരെ കഠിനമായ വഴികളിലൂടെ സഞ്ചരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ എത്രയോ വർഷമായിട്ട് നേടിയെടുത്ത കാര്യം നിങ്ങൾ 100 ദിവസം കൊണ്ട് നേടിയെടുക്കുകയാണ്. അപ്പൊ ഭയങ്കര ചലഞ്ചസ് ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മളൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ ഒരു കാര്യം നേടിയെടുക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് പറയാൻ കാര്യം, ഇപ്പം സിജോയുടെ കാര്യം പറയാം അല്ലേ? സിജോ വളരെയധികം നിയന്ത്രിച്ചു, മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ അവര് ഡോക്ടർ പറഞ്ഞാണ് ഇപ്പം പറ്റില്ല, പക്ഷേ സിജോ എനിക്ക് തിരിച്ചു വരണം. കാര്യം അദ്ദേഹത്തിന് ഒരു ഫയർ ഉണ്ട്, ഒരു എയിമുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാവർക്കും ഉള്ള കാര്യമാണ്. പക്ഷെ അത് ആ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വഴി പോയാൽ അതിനൊരു കൺഗ്രാറ്റുലേഷൻസ്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഈ ഒരു സമയത്ത് പറയണമെന്നുണ്ട്. പറഞ്ഞോളൂ. ഞാനിവിടുന്ന് ലാസ്റ്റ് ലാലേട്ടന്റെ ഒരു എപ്പിസോഡിലാണല്ലോ ഞാനിവിടെ ലാസ്റ്റ് വരുന്നത്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അപ്പൊ ആ സമയത്ത് ഞാനിവിടെ 1-2 ആൾക്കാരടുത്ത് പറഞ്ഞിരുന്നു, എനിക്ക് എന്ത് പറയണം, എങ്ങനെ പറയണം, ഞാൻ ആരെ കാണും എന്നൊന്നും എനിക്കറിയില്ല. ഒന്നും അറിയാത്തൊരു എംടി ആയിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പൊ ആ സമയത്ത് ലാലേട്ടൻ എന്റെ കയ്യിൽ പിടിച്ച ഒരു പിടുത്തമുണ്ട്. അതായത് അറിഞ്ഞോ അറിയാതെയോ ഞാനും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ കയ്യിൽ എനിക്കത് ഫീൽ ചെയ്തു. അന്ന് എനിക്ക് കിട്ടിയ ആ ഒരു എനർജിയാണ് സത്യം പറഞ്ഞാല് ഞാനിവിടെ ഇന്ന് നിൽക്കാൻ തന്നെ ഒരു കാരണം. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക്. ഞാൻ സിജോയുടെ ഡോക്ടറെ കണ്ടിരുന്നു. അദ്ദേഹം നിങ്ങളെ സർജറി ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടറെ കണ്ടിരുന്നു. ഫ്ലൈറ്റിൽ വെച്ചാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞങ്ങൾ
ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓക്കെ, ആ വീട്ടിലുള്ളവരും ഞങ്ങളും എല്ലാവരും. എന്തായാലും ഇരിക്കാം. അപ്പൊ അങ്ങനെ ഷിജു നമുക്ക് തിരിച്ചു വന്നു. അയാളുടെ ഒരു കൺവിക്ഷൻ എന്ന് പറയാം അല്ലേ, അതിനൊരു ഇതിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്ന ആ ഒരു കൺവിക്ഷന്റെ പേരിലാണ് വന്നത്. ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഞങ്ങൾ ചെറിയൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഒന്ന് പോയി ഓടിയിട്ട് വരൂ, എടുത്തിട്ട് വരൂ, ഷോറൂമിലുണ്ട്. അത് ക്യാപ്റ്റൻ തന്നെ ഷിജോയ്ക്ക് കൊടുക്കാം. താങ്ക് യു ലാലേട്ടാ. ഇത് ഇപ്പൊ എന്റെ നെഞ്ചത്താണ് ഇരിക്കുന്നെങ്കിലും ഞാനിത് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ബിഗ് ബോസ് ടീം, നിങ്ങൾ ഓരോരുത്തര്, ഏറ്റവും മെയിനായിട്ട് എൻ്റെ അമ്മ, ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകര്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കുകയാണ്. നമ്മുടെ പോയ ആൾക്കാരാണോ ഷിജോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? അല്ലല്ല ഒരുപാട് ആളുകളിൽ പലവിധ മാറ്റങ്ങളുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞു, 1-2 ആൾക്കാരടുത്ത് പറഞ്ഞു. എനിക്കിവിടെ വരുന്ന ഈ ദിവസങ്ങളിൽ 1-2 ആൾക്കാർ ആരായിരുന്നു? ഒന്നാമത്തെ നോറയാണ്. നോറയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാറ്റം ഞാൻ കണ്ടത്. എന്താണ് നോറയിൽ കണ്ട മാറ്റം? അല്ല, ഞാനിവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ ഞാൻ കുറെ കാര്യം കണ്ടിട്ടാണ് ഇവിടുന്ന് പോയത്. ഇവിടെ ഞാൻ പോയതിനു ശേഷം എനിക്ക് ഭാഗ്യവശാൽ കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മനസ്സിലുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പൊ ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ പാലിക്കേണ്ട ഒരു മിതത്വം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഈ വരുന്ന ദിവസം തന്നെ ഞാൻ പഴയ കാര്യങ്ങൾ എടുത്തല്ലല്ലോ ഒരിക്കലും നമ്മൾ ഒരു ഗെയിമിലേക്ക് ഇറങ്ങേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ ഒബിയസ്ലി 4 പേരെ ഇപ്പൊ ഇവിടെ ഉള്ളൂ. അപ്പം അവരെ എനിക്ക് മനസ്സിലാക്കണം. പിന്നെ ഞാൻ തീർച്ചയായിട്ടും വരുമ്പോഴത്തേക്കും അവസാനമായിട്ട് ലാലേട്ടൻ ചോദിച്ചത് സിജോനെ പറ്റി ആരും അന്വേഷിച്ചില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും അന്ന് അന്വേഷിക്കാത്ത ആൾക്കാരെല്ലാവരും തന്നെ കൂടുതൽ സ്നേഹം തീർച്ചയായിട്ടും എന്നോട് കാണിക്കും. അന്നത്തെ കടവും കൂടെ തീർത്ത് കാണിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഓക്കെ ഇരിക്കാം. ഷിജോയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നായിട്ട് തോന്നുന്നുണ്ടോ ആൾക്കാർക്ക്, അവിടെ ഉള്ള ആർക്കെങ്കിലും? അൻഷിബ, എന്താണ് ഷിജോയിൽ വന്ന മാറ്റങ്ങൾ? സിജോ ആക്ച്വലി ഇതല്ല സിജോ. സിജോ കാട്ടുതീയാണെന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കാട്ടുതീ തന്നെയാണ് സിജോ, പക്ഷെ ആ കാട്ടുതീ ഇതുവരെ കാണിച്ചിട്ടില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. കാരണം പുതിയ വന്ന ആൾക്കാർ ഞങ്ങളിലുണ്ടായ മാറ്റങ്ങളും എല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ ആ കാട്ടുതീ കൊളുത്തി വിടുള്ളൂ എന്ന് എനിക്കറിയാം. എന്താ പറയാനുള്ള സിജോയെ കുറിച്ച്? പറയുന്ന പോലെ ആള് കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്. വന്നപ്പോ തന്നെ ഒരു ഗംഭീര പ്രകടനം ആള് പ്രസംഗത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ചു. പാതി പേരുടെ 3/4 പേരുടെ കിളി അപ്പൊ പോയത് ഞാൻ കണ്ടു. പോയ കിളികളൊന്നും തിരിച്ചു വന്നിട്ടില്ല. പിന്നീട് ആള് വളരെ സൈലന്റ് ആണ്. ഏത് നിമിഷം വേണമെങ്കിലും ആ കിളികൾ തിരിച്ചു വരാം, ആ തീ കൊളുത്തലുണ്ടാവാം. അപ്പൊ ഒരു അഗ്നിക്കിരയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ പേരുണ്ട്. എന്തൊക്കെ ചെയ്തു കൂട്ടി പറഞ്ഞു കൂട്ടി എന്നൊന്നും ഒരു അറിവുമില്ല, സിജോയ്ക്ക് മാത്രമേ അറിവുള്ളൂ. അപ്പൊ ഒരു ശാന്തത ഇവിടെ പ്രകടമാണ് സർ. ഒരു വലിയൊരു യുദ്ധത്തിന് മുമ്പുള്ള ഒരു ശാന്തത മനുഷ്യനെ നിയന്ത്രിക്കുന്നതായിരിക്കും. അതെ, തീർച്ചയായും. എല്ലാവർക്കും ചെയ്യാം, എല്ലാവർക്കും ഷിജോ ആവാം, എല്ലാവർക്കും നിയന്ത്രിക്കാം. തീർച്ചയായും സർ. നന്ദന, എന്താണ് നന്ദനെ കുറച്ച് പുറത്തുനിന്നൊക്കെ ഷിജോയെ കണ്ടതല്ലേ? അല്ലേ ഷിജോ നേരിട്ട് കാണുന്ന 2 ദിവസം? എങ്ങനെയുണ്ട് ഷിജോ? ഞാൻ ഷിജോ ചേട്ടൻ വിചാരിച്ചു ഭയങ്കര അഹങ്കാരിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായേ, ഇവിടെ 3-4 സൈറ്റിൽ കണ്ടിട്ട് ആള് ഫുൾ അഹങ്കാരിയാണെന്ന് തോന്നാൻ കാര്യം എന്താ? വലിയ ഇങ്ങനെ വലിയ ഗമ്മയിലൊക്കെ ഇങ്ങനെ ചാടിയൊക്കെ ഇട്ട് നിൽക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നീ മനസ്സിലായി, ആളെ ഫുൾ ഗെയിമാണ്, മൈൻഡിൽ മൊത്തം ഗെയിമാ. എന്ത് സംസാരിക്കുകയാണെങ്കിൽ ആള് ഗെയിം അത് നല്ലൊരു കാര്യമായിട്ടല്ലേ എപ്പോഴും. അതെ. ജാസ്മിൻ ഇല്ലേ? എങ്ങനെയുണ്ട് ഷിജോ? സിജോ ഇപ്പൊ ഇവരെല്ലാരും പറഞ്ഞാണ് ഇപ്പൊ കുറച്ച് കാമായിട്ട് നിൽക്കുകയാണ്. എല്ലാരെയും നോക്കിക്കണ്ട് ഒബ്സർവ് ഒക്കെ ചെയ്ത് നിൽക്കുകയാണ്. 16-ാം ദിവസം പോയതല്ലേ. അപ്പൊ ഒരുപാട് മാറ്റം നിന്നവരിലും ഉണ്ട്, പിന്നെ ഇപ്പൊ ഇടയിൽ വന്നവരിലും ഉണ്ട്. അപ്പൊ അതെല്ലാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ പറഞ്ഞില്ല. അതിനു മുമ്പ് ബിഗ് ബോസ് എനിക്കിട്ട് തന്നു. എന്തറിയണം? ഞാൻ പറഞ്ഞുതരാം. ഇരിക്കാം. ജിൻഡോയ്ക്ക് എന്താ പറയാനുള്ളത്? സിജോ ശരിക്കും എനിക്ക് തോന്നിയത് കൂടുതലും ആൾ എന്നെ ഒരു ടാർഗറ്റ് ചെയ്യണ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. മോർണിംഗ് ടാസ്കിൽ തന്നെ ഞാനാണ് കപ്പ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പുള്ളി. അങ്ങനെ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ അല്ല, ഇതിപ്പോ ജിൻഡോയെ പറ്റിയാണോ പറയുന്നത്? ഷിജോനെ പറ്റിയല്ലേ പറയുന്നത്? അല്ല, ഷിജോനെ പറ്റി പറഞ്ഞത്. പിന്നെ എനിക്ക് അദ്ദേഹം ഒരു കാട്ടുതീയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്തായിരുന്നാലും. കാരണം ഇവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കുറച്ച് വളരെ തീപിടികൊള്ളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എന്റെ ഓപ്പൺ മൈൻഡിൽ പറഞ്ഞതാ. ഓക്കെ, ഇരിക്കാം. അതായത് നമുക്ക് അങ്ങനെ ഒരു
ചൊല്ലുണ്ട്, ഒരു ഫിലോസഫിയാണ് അത്. അപ്പം അതായത് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അല്ലെ, രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഫോക്കസ് പോകേണ്ടത് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലായിരിക്കണം. നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമായി മാറും. അതാ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എടുത്ത് നിയന്ത്രിക്കാൻ നോക്കാൻ നിയന്ത്രിക്കാൻ പറ്റാതാവും. രശ്മിൻ ഇവിടെ ഇല്ലേ? ആ സർ ഉണ്ട്. എന്താ ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന? ഇല്ല, ഇപ്പൊ സങ്കടമൊന്നുമില്ല. ഇപ്പൊ എല്ലാം സെറ്റാ. ആ, ചെറുതായിട്ട് ഒരു തോള് കിട്ടിയാൽ കരയാം എന്നൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടാവും. അല്ല, പറഞ്ഞോളൂ. ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാം സെറ്റ്. ഞാൻ വരാം, അത് വേണമെങ്കിൽ. അങ്ങനെ ആര് വേണം അവിടെ ഒരു തോളായിട്ട്? അല്ല, ഞാനതിങ്ങനെ പറഞ്ഞോളൂ. അവിടെ ആരെ ഒന്ന് പെട്ടെന്ന് തോള് അല്ല സാർ, നമുക്ക് അറ്റ് ടൈം കുറെ പേര് നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും ചില പോയിന്റിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കാവുന്ന ഒരു ഫീൽ വരും. ആ ഫീൽ ഉണ്ടായതായിരുന്നു എനിക്ക് അന്ന് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് എന്റെ പുറത്തുള്ള എന്റെ ഫ്രണ്ട്സിനൊക്കെ വല്ലാണ്ട് മിസ് ചെയ്തപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോഴാണ് ഞാൻ ഒന്ന്. അപ്പൊ അതായത് ലക്ഷ്മിന് അങ്ങനെ ഒരു സങ്കടം വരുമ്പോ ഒരു ഷോൾഡർ ഉണ്ടായിരുന്നു അല്ലെ? അതിപ്പോ ഇല്ലാത്തതിന്റെ ഒരു സങ്കടമാണ്. അപ്പൊ ഷോൾഡർ എന്ന് പറയുന്ന ഭയങ്കര ഒരു കാര്യമാണല്ലേ? ഇവിടെ പലർക്കും അതില്ല അല്ലേ? ഇരിക്കാം. അല്ല, വേറെ ആർക്കെങ്കിലും ഇതേ തോന്നലുണ്ടോ? ആരും എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്കൊരു ഷോൾഡർ ഇല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം, എനിക്കൊന്ന് കരയണം, എനിക്ക് ഷോൾഡർ ഇല്ല എന്നുള്ള. എന്താണ് അപ്സര ചിരിക്കുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഈ പറഞ്ഞ പോലെ കുറെ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ ആരുടെയും ബെസ്റ്റ് ഫ്രണ്ട് അല്ല ഞാൻ. അല്ലല്ലേ? പക്ഷെ അവരൊക്കെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അങ്ങനെ അല്ല, എനിക്ക് ഇവിടെ അടുത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ഈവൻ റസ്മിൻ ആണെങ്കിൽ പോലും റസ്മിൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. റസ്മിൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴായാലും ഞാൻ അടുത്ത് പോകാറുണ്ട്, സംസാരിക്കാറുണ്ട്. റസ്മിന്റെ എല്ലാ കാര്യങ്ങളും ഒരു പരിധിവരെ എന്നോട് ഷെയർ ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈവൻ ശരണ്യാണെങ്കിലും. അർജുൻ അങ്ങനെ ഒരു എന്താ പറ്റി? ഇപ്പോഴും സങ്കടത്തിലാണല്ലോ അർജുൻ. ഷോൾഡർ ഒന്നുമില്ലേ? ഷോൾഡർ കിട്ടുന്നില്ലേ? ഇല്ല, എനിക്ക് എന്റെ ഷോൾഡർ തന്നെ മതി. എനിക്ക് എന്റെ ഷോൾഡർ തന്നെ മതി. ഇങ്ങനെ അങ്ങനെ. പക്ഷെ ഒരു ചെറിയൊരു എന്ത് പറ്റി അർജുന്? ശരിയല്ല? ഇല്ല, ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഔട്ട് ആവും. അപ്പൊ ഇറങ്ങി വന്ന് ബിഗ് ബോസിന്റെ ബോർഡ് നോക്കും, ശരിയാവും, തന്നെ ഹീലാവും. ഇരിക്കാം. ഋഷി, നിനക്ക് അങ്ങനെ സങ്കടം ഉണ്ടോ? സങ്കടം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് ചോദിച്ചാൽ ഇല്ല. ഏറ്റവും വലിയ ഫിലോസഫിയിലോട്ട് പോയല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മനസ്സോർക്കാൻ അൻസിബുണ്ട് എപ്പോഴും. അപ്പൊ തൽക്കാലം ഇപ്പൊ അത് മതി ലാലേട്ടാ ചോദിക്കുന്നത്. തൽക്കാലം അത് മതി. അത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് തരണം. ഇല്ല, അങ്ങനെയല്ല, ഞാൻ ഓക്കെയാണ്. ആണോ? ജിൻഡോയ്ക്ക് പറയാനോ ഒരു ഷോൾഡർ ഒന്നും ഇല്ല ആയിരിക്കും? എനിക്ക് അതായത് ജിൻഡോ ഭയങ്കരമായിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? ജിൻഡോ പിന്നെ ആദ്യം ജിൻഡോയുടെ ഒരു ഫ്രണ്ട് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നോട് പറഞ്ഞു, ലാലേട്ട അയാളെ തിരിച്ച് കിട്ടുമോ, വിളിക്കാമോ? പിന്നെ ജാൻ മോണി പോയപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു. അങ്ങനെ മനസ്സിന് എന്തെങ്കിലും സങ്കടമുണ്ടോ? ഒരു തോള് കിട്ടിയാൽ കരയാമെന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ ജാൻമണിയോടാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ജാൻമണി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സ് തുറക്കാൻ ആരുമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ പലരോടായിട്ട് പോയിട്ട് പയ്യെ തുറന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സ്. അല്ലാതെ വേറെ നമുക്ക് വേറെ. അവര് ഷോൾഡർ തരുന്നുണ്ടോ? തരുന്നുണ്ട്, തീർച്ചയായിട്ടും തരുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു സ്പേസ് അവർ തരുന്നുണ്ട്. അപ്പൊ എല്ലാം അടക്കി പിടിച്ച ഒരു അഗ്നിപർവ്വതം പോലെ ഇരിക്കുകയാണ്. അതന്നെ ആണോ? അല്ല, പൊട്ടിത്തെറിക്കില്ല ഞാൻ. പൊട്ടിത്തെറിക്കരുത്. ഞാൻ വാക്ക് കൊടുത്തിട്ട് വന്നാണ്. ഏഷ്യനിൽ ഇന്റർവ്യൂ എടുത്തപ്പോ തന്നെ ഞാൻ വാക്ക് കൊടുത്തത്. ഒരു നല്ല ഷോൾഡർ കിട്ടിയാൽ കരയാം. പിന്നെ തീർച്ചയായും. ശരി, നമ്മുടെ കൺഫെഷൻ റൂമിലേക്ക് വന്നോളൂ. വരൂ, അവിടെ പറയാനുള്ള കാര്യങ്ങൾ പറയാം. ജിൻഡോയ്ക്ക് അങ്ങനെ കരയണം തോന്നിയാൽ അല്ലേ? വരൂ ജിൻഡോ, ഇപ്പൊ തിരിച്ചു തരാം, പേടിക്കണ്ട, ഇപ്പൊ തിരിച്ചു തരാം. ബിഗ് ബോസ് സംസാരിക്കും. ജിൻഡോ, മനസ്സ് തുറക്കൂ. അങ്ങനെയല്ല, എനിക്കൊരു രതീഷേട്ടനാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ സൈസ്. അല്ല, സ്വന്തം അല്ലെങ്കിൽ സിബിനേട്ടനായിരിക്കും. എന്റെ മനസ്സിലുള്ള കാര്യമാണ്. അതായത് ഞാൻ അവിടുന്ന് പോകുന്നേക്കണ എനിക്ക് ഇവിടുന്ന് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളാണ്. എനിക്ക് ഒരുപാട് എന്ത് തടസ്സങ്ങൾ വന്നാലും ഞാൻ
നേരിടാൻ ഞാൻ തയ്യാറാണ്. ലൈഫിൽ എന്ത് തടസ്സം വന്നാലും, ലൈഫിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നേരിടണമെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്നത്. എത്ര പേരെ ഞാൻ ടാസ്ക് വന്നപ്പോൾ തന്നെ ഞാൻ തല്ലുള്ളൂ, എനിക്ക് തിരിച്ചു തല്ലാൻ പറ്റാണ്ടല്ല. പക്ഷെ തല്ലുകൊള്ളുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നമ്മള് വെച്ചിട്ട് ഞാൻ പുറത്തു കൊടുക്കുന്ന വാക്കാണ്. എനിക്ക് പറ്റില്ല, തിരിച്ചു തല്ല. ചിലപ്പോൾ ഞാൻ തല്ല, അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും, ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും എനിക്കത്. അപ്പൊ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാത്തത്. പക്ഷെ അത് എല്ലാവരും അത് മിസ്യൂസ് ചെയ്യണമെന്ന് എനിക്കൊരു സംശയം. കാരണം ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് പിടിക്കുമ്പോൾ അവരെന്നെ ഇത്രയും ഹാർഡായിട്ട് ഉപദ്രവിക്കാം. ഇതൊരു ചില്ലറ ഉപദ്രവമല്ല, എൻ്റെ തല ഇങ്ങനെ പറിച്ചെടുത്ത പോലെ എനിക്ക് തോന്നി. ഒരാണ് ഇവിടെ വെച്ചിട്ട് പല ഉണ്ടായി. ബാക്കി പറയാൻ പിന്നീട് അവസരം തരാം. താങ്ക് യു ബോസ്. അദ്ദേഹത്തെയും കൊണ്ട് ലിവിംഗ് റൂമിലേക്ക് പോകും. ലാലേട്ടൻ ചിരിക്കുന്നുണ്ട്, എന്തോ ഉണ്ട്. അയ്യോ മാർക്കിൽ നിൽക്കൂ. പയ്യെ പോട്ടെ, മാർക്ക് കാലിലെ കളറാണ് അവിടെ മതി. ഓക്കെ വിട്ടോളൂ. ജിൻഡോ ഇരുന്നോളൂ. ഈ വീട്ടിലെ ജിൻഡോ ഇരുന്നോളൂ. മറ്റേ നിൽക്കൂ. വേറെ ആർക്കെങ്കിലും തോളിൽ കരയാൻ താല്പര്യമുണ്ടോ? കരയാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. എപ്പോ വേണേലും വിളിച്ച് കരയാം കേട്ടോ. മുഖംമൂടി മാറ്റിക്കോളൂ. ലവ് യു. ലാലേട്ടാ ഇരിക്കാം. അതായത് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ല അവിടെ പോയിരിക്കുന്നത്. ഇല്ല, അവർക്ക് പറയേണ്ട കാര്യങ്ങൾ, അവരുടെ സങ്കടങ്ങൾ പറയാനും അവരെ എന്റർടൈൻ ചെയ്യാനുമാണ്. കേട്ടല്ലോ? എല്ലാവരുടെ പറയുന്നു നിങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ, നിങ്ങൾക്ക് തമാശകൾ പറയാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തമാശകൾ കേൾക്കാൻ. അല്ലാതെ അദ്ദേഹം ഒരു കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു തന്നാൽ ഇതുപോലെ മുഖം മൂടിയിട്ടിട്ട് പുറത്തേക്ക് പോകും. ഞങ്ങൾ നോക്കട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കൂ. അപ്പൊ എല്ലാരെയും ചിരിപ്പിച്ചോളൂ. ചെറിയൊരു ബ്രേക്ക്. പൂരങ്ങളുടെ പൂരമായൊരു നാടു നമ്മുടെ നാട്, ഓണത്തിന് പുലിയരങ്ങണ ഊരു നമ്മുടെ ഊര്. തേക്കിങ്കാടെന്ന് പറഞ്ഞു പോകണ പേര്, കൂടടങ്ങി കൂടടി പൂരമെനിക്കുന്നു കാണണം കാന്ത, പൂരമെനിക്കുന്നു കൂടണം കാന്ത, തിമിലയടിക്കുന്നു കൊട്ടണം കാന്ത. ഞാനും പോരാ തൃശ്ശിവ പേരൂർ പൂരം കാണാൻ. കാന്തേ നീയും പോരെ തൃശ്ശിവ പേരൂർ പൂരം കാണാൻ. ഇപ്പൊ ഇതേ ഉള്ളൂ. ഇനി നമ്മൾ അടിച്ചു പൊളിക്കും. നമ്മള്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ അത്ഭുതത്തോട് കൂടിയിട്ടാണ്, സത്യമായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഓരോരുത്തരും ഗംഭീര ഗെയിമേഴ്സ് ആണ്. വൈൽഡ് കാർഡ് ആയാലും ശരി, എന്റെ ഒപ്പം നിന്ന് ഗെയിം കളിക്കുന്ന ആരായാലും ശരി, എല്ലാവരും എന്താണെന്ന് വെച്ചിരിക്കണേ. നമ്മള് ഇനി കുറച്ച് ദിവസമേ ഞാൻ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ.
ആ ദിവസങ്ങൾ മുഴുവൻ നമ്മൾ അടിച്ചു പൊളിക്കും. പഴയ രതീഷ് ആയിരിക്കില്ല. ഞാൻ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ യഥാർത്ഥ രതീഷ് സായിക്ക് അറിയാം. കഴിഞ്ഞോ?